നമുക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമെന്ന് പറയുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങോട്ടാ നോക്കിക്കേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു ശീർഷകമാക്കി എടുത്തുകൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളെടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 69ാമത്തെ സെഷനാണല്ലോ ഇത്. എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മൾ ആ 7 യാചനകളിൽ 4ാമത്തതിനെ കുറിച്ച് ആവശ്യമായ ആഹാരം ഇന്ന് തരണമേ, അതേപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കാണുകയുണ്ടായി, വചനമാകുന്ന അപ്പം, തൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന ഭക്ഷണം, ഇതുവഴിയായിട്ട് ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് തൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുക എന്നുള്ളതാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ഭൂമിയിലായിരിക്കുന്ന വ്യക്തിയാണ് വിശപ്പും ദാഹവും ഒന്നുമില്ലാതെ, അല്ലെ വിശപ്പിനും ദാഹത്തിനും മറികടന്ന് ജീവിക്കുന്ന വ്യക്തി. വെളിപാട് പുസ്തകത്തിൽ 7ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. വെളിപാട് പുസ്തകം 7ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ, സ്വർഗത്തിലെ വലിയ വിശുദ്ധരുടെ സമൂഹം വെള്ളയങ്കി അണിഞ്ഞ് കുരുത്തോലകളുമായി നിരന്തരം ദൈവത്തെ പാടി സ്തുതിക്കുന്ന സമൂഹം, അവരെക്കുറിച്ച് നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുകയാണ് 15 മുതലുള്ള വാക്യങ്ങൾ. ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അഭയം നൽകും. സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടാരമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടാരമാണ് സ്വർഗം. അവിടെ അഭയം കിട്ടുന്ന മരിച്ചവർക്ക്, വെള്ളയങ്കി അണിഞ്ഞവർക്ക്. അതുകൊണ്ട് ആ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗീയ അനുഭവത്തിൽ കയറാൻ പറ്റും. ദൈവരാജ്യം ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവസാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കാൻ കടന്നു ആകുന്ന വ്യക്തി സ്വർഗീയ അനുഭവം, സ്വർഗരാജ്യ അനുഭവം, ദൈവരാജ്യ അനുഭവത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് റോമ 8ന്റെ 1-ാം വാക്യം, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന ശിക്ഷാവിധിയില്ല. അപ്പൊ ദൈവ സാന്നിധ്യം, ദൈവകൂടാരം, അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് ചുറ്റും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഒരു കുളത്തിലെ വെള്ളത്തിലോട്ട് കുടം കൊണ്ട് മുക്കുന്ന വ്യക്തി കുടത്തിനകത്തോട്ട് വെള്ളം കയറുന്ന ശ്രദ്ധിക്കുന്നു കാണുന്നു. കുടം വെള്ളത്തിൽ മുക്കി പിടിക്കുമ്പോൾ കുടത്തിന് ചുറ്റും വെള്ളം, അല്ലേ? അപ്പം കുടത്തിനകത്തും വെള്ളം, കുടത്തിന് പുറത്തും വെള്ളം. വെള്ളം കുടത്തിനുള്ളിൽ, കുടം വെള്ളത്തിനുള്ളിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൽ ആകുന്നു. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നു. നമുക്ക് ചുറ്റും നമ്മളെ വലയം ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം നിറയുന്നു, നമ്മുടെ ഉള്ളിൽ. അപ്പൊ ഇത് രണ്ടും വരുമ്പോഴാണ്. അപ്പൊ ഇതാണ് സാന്നിധ്യത്തിന്റെ കൂടാരം, ഇതാണ് സ്വർഗം, സ്വർഗത്തിന്റെ അനുഭവം. ഒരുപാട് 7 വായിക്കുകയാണ്. അടുത്ത വാക്യം കണ്ടോ, 16-ാം വാക്യം. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. കണ്ടോ, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വീണ്ടും വെയിലോ ചൂടോ അവിടെ മേൽ പതിക്കുകയില്ല. വെയിലും ചൂടും എപ്പോഴാണ് പതിക്കുന്നത്? അതിന് ബാക്കിയാണ് മഴ, കാറ്റ്. വീടില്ലാത്തവർക്കാ, വഴി കിടക്കുന്നവർക്കാ. അത് നമുക്കൊരു വീട് ആവശ്യമാണ്. അപ്പൊ ദൈവത്തിലേക്ക് വരുന്ന വ്യക്തി ഒരു ഭവനത്തിന്റെ അനുഭവം സ്വന്തമാക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടാരമാണ്. അപ്പൊ ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങളുടെ അവശതകള്, ഞെരുക്കങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ ഭാവിക്കുന്നു. 1. വീണ്ടും ഉള്ളിൽ ആന്തരികമായിട്ട് വിശപ്പും ദാഹവും, വിശന്ന് ദാഹിച്ച് ഇങ്ങനെ എന്താ ഒന്ന് കഴിക്കുക, എന്താ ഒന്ന് കുടിക്കുക, എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള ഒരു പരവേശമുള്ള പറക്കം പാച്ച അന്വേഷണത്തിന്റെ ത്വര, നിസ്സഹായത മറികടക്കുന്നു. ദൈവസ്ഥാനത്തിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിന് അനുഭവത്തിലേക്ക് എത്തുമ്പോൾ. അപ്പൊ ഇനി ഒരിക്കലും ദാഹിക്കുകയില്ല. ഇത് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രം വരുന്ന ഒരു അനുഭവമാണെന്ന് വിചാരിക്കരുത്. സ്വർഗത്തിൽ അനുഭവിക്കാനും മനുഷ്യർ അനുഭവിക്കാനും പോകുന്നത് ഇപ്പൊ തന്നെ നമ്മളിവിടെ കയറി വരുന്ന ആർജിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം എന്ന് പറയുന്ന ഓൾറെഡി നോട്ടഡ് എക്സ്പീരിയൻസ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. കാരണം ദമ്പതികള് ഡോക്ടറെ കാണുന്നു, കുഞ്ഞുണ്ടോന്ന് അറിയാൻ ഓർക്കുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞത്, ഉദരത്തില് കുഞ്ഞ് ഇപ്പോഴുണ്ടെങ്കിലേ ഡോക്ടർ ഡേറ്റ് കുറിക്കാൻ പറ്റുള്ളൂ. കുറിച്ചാൽ ആ ഡേറ്റ് ആ ദിവസം കുഞ്ഞുണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ വളർത്തിയെടുക്കണം, ശ്രദ്ധിക്കണം. കുഞ്ഞ് മിസ്കാരായി പോകരുത്. ഉദരത്തിന് കുഞ്ഞ് അങ്ങനെ സൂക്ഷിച്ച് ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധയെടുത്ത് യാഗമെടുത്ത അമ്മ, ഭാര്യ, അപ്പനും ഒപ്പം നിന്നുകൊണ്ട് നീങ്ങിയാൽ ആ ഒരു നിശ്ചിത ദിവസം കുഞ്ഞിനെ കൈ കിട്ടും.
എന്ന് പറഞ്ഞാൽ ആ നിശ്ചിത ദിവസം പ്രസവം കുഞ്ഞു കൈ കിട്ടുന്നത്, അത് നമ്മൾ മരണ ദിവസം സ്വർഗത്തിലേക്ക് ജനിക്കുന്നു. മരിക്കുമ്പം നമ്മൾ പിറക്കുകയാണ് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് വിശുദ്ധരുടെയൊക്കെ തിരുനാള് ഭൂമി ജനിച്ച ദിവസമല്ല, സ്വർഗത്തിൽ ജനിച്ച ദിവസമാണ്. അതവിടെ ജന്മദിനം. നമുക്കെല്ലാവർക്കും ഇപ്പം ജന്മദിനമുണ്ട്. നമ്മൾ മരണം വരെ അത് ആഘോഷിക്കും. മരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജന്മദിനം ആർക്കും വേണ്ട. പിന്നെ ആരെങ്കിലും നമ്മളെ ഓർത്താൽ മരണദിനം അവർ ഓർക്കാൻ പോകുന്നത്. ആ സ്വർഗത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ ആ നമ്മുടെ സ്വർഗത്തിൽ ജന്മദിനം സഭ മുഴുവൻ ആഘോഷിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇപ്പം നമ്മുടെ ഉള്ളില് വളർത്തിയെടുക്കുന്ന അനുഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല എന്ന് സ്വർഗത്തിലെത്തിയ വെള്ളയും കഴിഞ്ഞ അനുകൂലത്തെ കുറിച്ച് പറയുമ്പം അവർ ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം കിട്ടിയത് കൊണ്ടാണ് അതെന്ന് പറയുമ്പം അവർ ദൈവത്തെ കൊണ്ട് കുതിരുകയാണ്, ദൈവത്തെ കൊണ്ട് നിറയുകയാണ്, ദൈവത്തെ അവർ ഭക്ഷിക്കുകയാണ്. കർത്താവ് എത്രയോ മാധുര്യവാനാണെന്ന് അനുഭവിച്ചറിയാൻ സങ്കീർത്തനം പറയുന്നറിയാമല്ലോ. കർത്താവിനെ രുചിച്ച്, അവിടെ ഒരു ഭക്ഷണത്തിൻ്റെ സൂചനയുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുക, രുചി എടുക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അകത്തും പുറത്തും അറിയുന്ന വ്യക്തിക്ക് വിശപ്പും ദാഹവും ഇല്ല. സ്വർഗത്തിലത് അങ്ങനെ പൂർണ്ണമായിട്ടും ഭൂമിയിലായിരിക്കുമ്പോഴും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പരിമിതികൾ മറികടക്കും. എത്രയോ വിശുദ്ധരാണ് ദിവികാരൻ്റെ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചവർ, നിസ്സാര ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചവർ. ഭക്ഷണത്തിൻ്റെ ആർത്തി തീരെ ഇല്ലെന്നാകുന്നു. മദറേസ്യ ക്യാപിറ്റൽ പറയും, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഭാരമാണ്. അതിനുവേണ്ടി ചിലർക്ക് സമയം വേസ്റ്റാണ്. എപ്രാസ്യാമ്മ, ഉല്ലൂർത്തെ എപ്രാസ്യാമ്മയൊക്കെ ഭക്ഷണത്തിനകത്ത് ഒരു മക്കുപൊടിയോ ഏതാണ്ട് പൊടിയിട്ട് കഴിക്കാൻ അനുവാദം അൽവിതാവോട് ചോദിച്ച് മേടിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആ രുചി ഇല്ലാതാക്കാനായിട്ടാ. നമ്മുടെ ഒന്നും അങ്ങോട്ടൊന്നും ഓരോരുത്തർ എത്തിയിട്ടില്ല. നമുക്ക് രുചിയില്ല, മുഖം പാടും. ഭക്ഷണം കഴിക്കാനുള്ള സമയം നമുക്കൊരു ആശ്വാസമാണ്, ഒരു ആവേശമാണ്. അവിടെയാണ് പലപ്പോഴും നമ്മൾ നേരെ നിൽക്കുന്നത് പോലും, ഇല്ലേ? പലപ്പോഴും ഭക്ഷണം കഴിക്കാനാകുമ്പോൾ ഒരു ആവേശം, അതിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ആത്മീയമായിട്ട് വളർന്നു വരുന്നവർക്ക് ഭക്ഷണത്തിനല്ല അവർ ആശ്രയിക്കുന്നത്, അതിനപ്പുറം കടന്നു പോകുമെന്ന് ആഭ്യന്തര കാർമ്മ്യത്തിൽ അമ്മത്തേക്ക് പങ്കുവെക്കുന്ന നമ്മുടെ ഈ ആഭ്യന്തര കാർമ്മ്യ ആത്മീയതയ്ക്ക് അത് പങ്കുവെച്ചിട്ടുണ്ടല്ലോ. ഭക്ഷണത്തിലല്ല, ഭക്ഷണം മറിച്ചൊരു ഭാരമായിട്ട് വരികയാണ്. ഭക്ഷണം ഒഴിവാക്കുകയാണ്. പിന്നെ ശരീരം, ദൈവം വെച്ച് ശരീരത്തിന് ഭക്ഷണം കഴിച്ച് കലോറി, എനർജി കിട്ടാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം, എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കണം. ജോൺ മരി വിയാനിച്ചരൊക്കെ ഇച്ചിരി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് അത് മുഴുവൻ കഴിച്ച് തീരുമായിരുന്നില്ല ദിവസങ്ങൾ കൊണ്ടും. പിശാചുക്കള് ജോൺ മരി വിയാനിച്ചനെ പരിഹസിക്കുമ്പം വിളിച്ചിരുന്ന വാക്കാണ് പൊട്ടറ്റോ ഈറ്റർ, ഉരുളക്കിഴങ്ങ് തീറ്റക്കാരൻ. ഇതുപോലെ കളിയാക്കുമായിരുന്നു. നിനക്ക് വേറെ ഒന്നും തിന്നാനില്ല. നിസ്സാരം ആ ഭക്ഷണം നമുക്ക് രുചിയുള്ള ഭക്ഷണം ദൈവത്തിന് നന്ദി പറഞ്ഞ് കൃതജ്ഞതാപൂർവ്വം ആസ്വദിക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ് എന്ന് തിമോത്തി ലേഖനത്തിൽ അപ്പസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. കൃതജ്ഞതാപൂർവ്വം ആസ്വദിക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അതിൽ നമ്മൾ ആശ്രയിച്ചു പോകരുത്, അതിൽ നമ്മൾ മുഴുകിപ്പോകരുത്, അതുകൊണ്ട് നമ്മൾ നിറഞ്ഞു പോകരുത്. നന്ദിയോടെ സ്വീകരിക്കുക, ഇല്ലാത്തപ്പോഴോ നന്ദി പറഞ്ഞേക്കുക. അങ്ങനെയുള്ള ഒരു ഫ്രീഡം ആ മേഖല വരണം. അപ്പോൾ ഇവിടെ അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. കണ്ടോ? ദൈവസാന്നിധ്യ കൂടാരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുകയാണ്, എന്നാൽ സിംഹാസനം മത്തിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. ഇനി കണ്ണുനീരില്ല, സഹനങ്ങളില്ല, ഞെരുക്കങ്ങളില്ല എന്ന് പറയാം. നിറയും. കണ്ണീർ തുടച്ചു മാറ്റും. ഇനി കരയുന്ന എപ്പോഴാ? നമുക്ക് ഞെരുക്കം, ഇല്ലായ്മ, നിസ്സഹായത, ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ശരീരസുഖം നഷ്ടപ്പെട്ടു, ഇതല്ലേ ഇങ്ങനെ കരയുന്നത്. കണ്ണീര് കരച്ചിൽ നമുക്ക് ഇല്ലായ്മയുടെയാണ്. വിശപ്പ്, ദാഹം, അതിൻ്റെ ഒരു വശമല്ലേ അത്. നിറവ് വരുന്നിടത്ത് കരച്ചിലല്ല. എല്ലാ രീതിയിലും നിറഞ്ഞിരിക്കുന്നൊരു വ്യക്തി കരയോ? ഇല്ല, സന്തോഷമാണ്. പുഷ്പമാല്യം അണിയുന്ന യെശയ്യാ 61:10-11 വാക്യങ്ങളിൽ വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തികൾ നിറയും. ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 14-17 വാക്യത്തിൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതി, സമാധാനം, ആത്മാവിലുള്ള ആനന്ദമാണ്. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് വരിക, ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. ഇത് പറയുന്നത് എവിടെയാണ്? മത്തായി 6:25 വാക്യങ്ങളിൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്നോർത്ത് നിങ്ങൾ ശരീരത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ എന്തിനാ ആകുലപ്പെടുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യം. പിതാവിന് അറിയാമല്ലോ.
ഒറ്റ കാര്യം, അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചേ, ബാക്കിയെല്ലാം കൂടിച്ചേർത്തരപ്പെടും. അവിടുത്തെ രാജ്യവും നീതിയും. ഏത് രാജ്യം? ദൈവരാജ്യം. അവിടുത്തെ തിരുഹിത മനസ്സ് ജീവിതത്തെ ക്രമീകരിച്ച്, നീതി ദൈവത്തിന് അർഹിക്കുന്ന ദൈവത്തിന്, നമുക്ക് അർഹിക്കുന്ന നമുക്ക് സഹോദരങ്ങൾ അർഹിക്കുന്ന സഹോദരൻ കൊടുത്തു. അങ്ങനെ ആ ദൈവത്തിൻ്റെ തിരുഹിത മനസ്സ് ക്രമീകരിച്ചേ. അപ്പോഴോ ഈ തിന്നാനും കുടിക്കാനുള്ള എല്ലാം അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കും. കൂടിച്ചേർത്ത് തരപ്പെടും എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തെ അന്വേഷിക്കുക. അത് ഭക്ഷണം പാനീയമല്ല. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ മുന്നോട്ട് വായിച്ചു വരും. വീണ്ടും അവസാന ഭാഗത്തേക്ക് വരും. 21-ാമത്തെ അധ്യായത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമി, അവിടെ ബൈബിൾ മുഴുവൻ്റെയും രക്ഷാചരിത്രം മുഴുവൻ്റെയും സമാപന ചിത്രമാണ്. പുതിയ ആകാശം പുതിയ ഭൂമി. തൊട്ടുപുറകിൽ 20-ാമത്തെ അധ്യായത്തിൽ സാത്താനെ എല്ലാം പുറത്താക്കി. ഇതേപ്പറ്റി അറിയാമല്ലോ, ബൈബിളിൻ്റെ ആരംഭത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ സർപ്പം വന്ന് കയറുന്നത്, പുറകിൽ നിന്ന് 3-ാമത്തെ അധ്യായത്തിൽ തന്നെ പുറത്താക്കി. ബൈബിളിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച് ഏതും തോട്ടം ഉണ്ടാക്കി ദൈവവും മനുഷ്യൻ ഒരുമിച്ചായിരിക്കുന്ന മനോഹരാവസ്ഥയാണ് വർണ്ണിച്ചുകൊണ്ട് ആരംഭിച്ചത്. അത് തകർത്തതാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ സർപ്പത്തിൻ്റെ കടവരവ്. ആ തകർത്ത ദൈവപദ്ധതിയെ പുനഃസ്ഥാപിക്കുന്ന രക്ഷാകര ചരിത്രം ഈശോയ്ക്ക് വരുന്നത്. അത് പുനഃസ്ഥാപിച്ച് കഴിയുമ്പം വീണ്ടും സാത്താൻ, ഈ നാശഹേതുവായിരിക്കുന്ന സാത്താനെ പുറത്താക്കി. ഈ വെളിപാട് 20-ാം അധ്യായത്തിൽ പുറകിൽ 3-ാം അധ്യായം. അത് കഴിയും പിന്നെ ഉള്ള അവസാനത്തെ 2 അധ്യായങ്ങൾ ബൈബിളിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യ 2 അധ്യായങ്ങൾ തന്നെയാണ്. പുതിയ ആകാശഭൂമി, പുതിയ ആകാശപതി സൃഷ്ടിക്കുന്നു. പുതിയ ഏദൻ തോട്ടം, പർദീസ, ഏതാണ്? അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ, ജെറുസലേമിനെ പോലെ കുഞ്ഞാടിൻ്റെ മണവാട്ടി, അത് ദൈവമക്കളാണ്. അപ്പോൾ അവിടെ അത് അപ്പോൾ പൂർണ്ണത ചിത്രമാണ്. അപ്പോൾ വെളിപാട് 21 പറയുന്നത് തമ്പുരാൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന അവസരമാണ്. അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നമ്മൾ ചിന്തിച്ചില്ലേ? എന്നുവെച്ചാൽ ദൈവം എന്ത് മനുഷ്യമക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ അവസ്ഥയിലേക്ക് മനുഷ്യമക്കൾ കയറി വരുന്നതാണ് നമ്മൾ കർത്തൃപ്രാർത്ഥനയുടെ 3-ാമത്തെ യാചന, അല്ലെ 1-ാം ഭാഗത്തിൻ്റെ അവസാന ചിത്രം അതായിരുന്നല്ലോ. അപ്പം അത് നമ്മൾ ബൈബിളിൽ കാണുന്നതാണ്. വെളിപാടിൻ്റെ അവസാന 2 അധ്യായങ്ങൾ. ആ അധ്യായങ്ങളിൽ ഈ 21-ാം അധ്യായം 22-ആണല്ലോ. 21-ൽ നമ്മൾ വായിക്കുകയാണ്, പുതിയ ജെറുസലേം ഇതാ ഇറങ്ങി വരുന്ന ദൈവസേനത്തിൽ നിന്ന്. 1-ാം വാക്യം, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. കണ്ടോ, ഇതാണ് സ്വർഗം. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അല്ല മനുഷ്യർ ദൈവത്തിൻ്റെ കൂടാരത്തിൽ. വീണ്ടും പറയാണ്, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. കൂടെ 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 ആയിരിക്കുന്നതിന് ഇപ്പോൾ എത്ര ആവർത്തിക്കും നോക്കിക്ക്. കൂടെ ആയിരിക്കും, എമ്മാനുവേൽ. കേട്ടോ, അവിടുന്ന് നമ്മളോടത്ത് വസിക്കും. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ശേഷം പറയുകയുണ്ടായി, മനുഷ്യർക്ക് പാവമ്പഴി നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യമാണ്. ആ ദൈവസാന്നിധ്യം വീണ്ടും നൽകാൻ വേണ്ടി ഈശോ ഭൂമിയിലേക്ക് വന്നത്. 1-ാമത്തെ കാര്യം നമുക്ക് ആവശ്യം അതാണ്. ഒരു കൊച്ചിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താ? ഒരു 2 വയസ്സുള്ള കൊച്ച്, അല്ലെ 1 വയസ്സുള്ള കൊച്ച്, ആ കൊച്ചിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ലിസ്റ്റ് എടുത്താൽ എന്തൊക്കെ അറിയാൻ പറയുന്നത്? പാല് കുടിക്കണം, കുറുക്ക് വേണം, അതിന് ഉടുപ്പ് വേണം, അത് ഉരുണ്ട് വീഴാതെ ചെരുപ്പ് വേണം, കാല് ഉരുണ്ട് വീഴാതെ താങ്ങി പിടിക്കാൻ ആൾ വേണം, അതിനെ പുതപ്പിച്ച് കിടത്തണം, ഉറക്കണം. ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. പിന്നെ പൗഡർ ഇടണം, സോപ്പിട്ട് കുളിപ്പിക്കണം, മരുന്ന് കഴിക്കണം, അസുഖം വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ എണ്ണി എണ്ണി പറഞ്ഞ് ലിസ്റ്റ് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നതിന് തുല്യമാണ്, അതിനും അപ്പുറമാണ് ഒറ്റ കാര്യം. അത് കൊച്ചിന് അമ്മ. വെറുതെ നോക്കി, അമ്മയെ കിട്ടിയാലോ കൊച്ചിന് ഭക്ഷണമായി, പാനീയമായി, സംരക്ഷണമായി, എല്ലാത്തിനും ഉത്തരവായില്ലേ? എല്ലാത്തിനും ഉത്തരവായില്ലേ? ഇത് നമുക്ക് ദൈവം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. യോഹന്നാൻ 15 വായിക്കുന്നില്ലേ, മുന്തിരിച്ചിലെ ചാകുകളും. അമ്മയെ കൂടാതെ കൊച്ചിന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെയാണത്. അപ്പോൾ കൊച്ചിന് എന്തൊക്കെയാണ് ആവശ്യം? അതാണ് മത്തായി 6:25 മുതൽ ഭക്ഷിക്കുന്നത് എന്താ, കുടിക്കുന്നത് എന്താ, ധരിക്കുന്നത് എന്താ, ഇങ്ങനെ നിങ്ങൾ ഭാരപ്പെടാതെ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗ്ഗപിതാവിന് അറിയാം. അവിടെ പറയുന്നില്ലേ, വിജാതീയർ ഇതെല്ലാം അന്വേഷിക്കുന്നത്. ആരാ വിജാതീയരെന്ന് പറയുന്നത്? ദൈവത്തെ അപ്പ ആയിട്ട് തിരിച്ചറിയാൻ പറ്റാത്തവർ, ഇതുവരെ പറ്റിയിട്ടില്ലാത്തവരാ വിജാതീയര്. വിശ്വാസികളാരാ? ദൈവജനമാരാ? ഈശോയിലൂടെ ദൈവത്തെ അബ്ബായിട്ട് തിരിച്ചറിഞ്ഞ് അബ്ബാന്ന് വിളിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ സ്വന്തമാക്കി ദൈവമക്കളായിട്ട് മാറിയവരാ. അവർക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. ദൈവം അപ്പ എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ പറയാൻ പറ്റും. നേരത്തെ കണ്ടതാണ്. അപ്പായും അമ്മയും നമുക്ക് സ്വന്തമാകുന്നു. ഒരമ്മയുടെ സാന്നിധ്യം ഒരു കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൂടെ എന്തെല്ലാമാ, ആ കുഞ്ഞിന് വേണ്ടതെല്ലാം കിട്ടും.
ഈ കുഞ്ഞിന് വേണ്ട സകലത് അമ്മയുടെ ഉള്ളിൽ കരുതിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോലും മുലപ്പാലുണ്ട്. അമ്മയുടെ മാറിടത്തിൽ, അമ്മയുടെ മടിയിൽ, അമ്മയുടെ കൂടെ കട്ടിലയിൽ, പിന്നെ അമ്മ അപ്പുറത്ത് ഇപ്പുറത്ത് എന്തെല്ലാം കരുതിയിരിക്കും. ഒരു കൊച്ചിനെയും കൂടി യാത്ര പോകുന്നൊരു അപ്പനും അമ്മയും യാത്രക്കിടയിലൊക്കെ നോക്കണേ, എത്ര വായികളാ, എത്ര സഞ്ചികളാ, എത്ര കൂടുകളാ, ഭക്ഷണപാത്രങ്ങളാ, പൊതികളാ, തുറയ്ക്കാനും കഴുകാനും എന്തെല്ലാം കരുതിക്കൂട്ടി ഒരു കൊച്ചിന് വേണ്ടി അപ്പനും അമ്മയും കൊണ്ടുപോകുന്നത്. കൊച്ചിതുപോലെ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? ഒന്നുമില്ല. കൊച്ചിങ്ങനെ ചിരിക്കുന്ന കളിക്കത്രേ ഉള്ളൂ. കൊച്ചു നോക്കുമ്പോൾ കാണിച്ചാൽ കാണും. അതിനകത്ത് ബാഗിനകത്ത് കൊച്ചിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവർ കരുതി വെച്ചിരിക്കുന്നത്. ജലദോഷത്തിന് സാധ്യതയുണ്ട്, അതിനുള്ള മരുന്ന്, കൊതു കടിക്കാതിരിക്കാനുള്ളത്, എന്തെല്ലാം തണുപ്പിനുള്ളത്, അങ്ങനെ എന്തെല്ലാം അപ്പനും അമ്മയും കരുതി വെച്ചിരിക്കുന്നത്. പരസ്യമായിട്ട് മാത്രമല്ല, രഹസ്യമായിട്ട് ബാഗിനകത്ത് ഒരു അപ്പുറം ചെന്ന് കഴിയും. എല്ലാം വളർന്നു വരുമ്പോൾ സ്കൂൾ പോലും ഉണ്ട് കണ്ടുപിടിച്ച് ചേർത്ത് വെക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടത് അപ്പൻ അമ്മ എല്ലാം വന്നില്ലേ. നമുക്ക് വേണ്ട ദൈവസാന്നിധ്യം. അതാണ് ഈ വെളിപാട് 21:3 ദൈവത്തിൻ്റെ കൂടെ മനുഷ്യരുടെ കൂടെ അവിടുന്ന് വസിക്കും. പിന്നെ അതിന് കുറവില്ല. അവർ അവിടുത്തെ ജനമായിരിക്കും, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും. നമ്മൾ കുഞ്ഞുമക്കളെ നിശ പിടിക്കുന്ന കാണാൻ പറ്റും അന്ത്യത്താഴത്തിലോ. അവിടുന്ന് അവിടെ കൂടെ ആയിരിക്കും. ബാക്കി എന്താ 4-ാം ഭാഗ്യം കണ്ടോ, അവരുടെ കണ്ണുകൾ മെഴികളിൽ കണ്ണീർ തുറച്ചു നീക്കും. ഇനി മരണമില്ല, വേദനയോ ദുഃഖം മറുപടി വേദന ഉണ്ടായിരിക്കും. എല്ലാം പഴയെല്ലാം കടന്നുപോയി. ഈ നിറവിലേക്ക് ഈ മനുഷ്യമക്കൾ വരുന്നു. അപ്പം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമെന്ന് പറയുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങോട്ടാ നോക്കിക്കേ, തമ്പുരാനെ കൊണ്ട് നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസത്തോടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.